കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലീല ചേച്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന ലീല ചേച്ചിയെക്കുറിച്ചിട്ട് കാണിക്കണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലീല ചേച്ചി. ഞങ്ങൾക്ക് ഒരു മാസം ദൈവം കൊണ്ടുവന്നതുപോലെയായിരുന്നു ലീല ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ എത്തി കിട്ടിയത്. അപ്പം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ചേച്ചി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമായിരുന്നു. അപ്പം ഞാനിവിടെ വീണ് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് ചേച്ചിക്ക് ഭയങ്കര വിഷമമായിട്ട് ചേച്ചി എൻ്റെ കാര്യവും നോക്കി, മെറിൻ്റെ കാര്യവും നോക്കി, കുഞ്ഞിൻ്റെ കാര്യം നോക്കി, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ ചേച്ചിക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം എന്തുവായിരുന്നു ചേച്ചി? ഞാനിവിടെ വന്ന് കുഞ്ഞ് വരുന്നതിന് മുമ്പേ ഞാനിവിടെ വന്ന് ഒന്ന് കണ്ടപ്പോൾ എന്നെ ഒരു പള്ളിമുക്കിലൊരു മോളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി പരിചയപ്പെടുത്തി. ഞാനും ഇവിടെ വന്ന് ഒരു വർഷം പോലുള്ള സ്നേഹം ഒരു മാസത്തെ കിട്ടിയത്. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. എല്ലാം സന്തോഷമായിട്ട്, ഒന്നിനും ഒരു വകയ്ക്കും ഒരു വെള്ളത്തിന് പോലും ബുദ്ധിമുട്ടില്ലാതെ എല്ലാം കൈകാര്യം ചെയ്ത് ഒരു ബന്ധുക്കാരെ പോലെ എന്നെ സ്നേഹിച്ചു. ഞാനും അവരെ അങ്ങനെ സ്നേഹിച്ചെടുത്ത് അങ്ങനെ ഇത്രയും 28-ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് എനിക്ക് അർജൻറ്റ് കാര്യമായിട്ട് എന്നെ മരുമോളും കൊച്ചുങ്ങളും വന്നുകൊണ്ട് ഞാൻ അർജൻറ്റായിട്ട് പോയി. എനിക്കല്ലാതെ യാതൊരു കുഴപ്പവും ഇല്ല. എല്ലാം സന്തോഷമായിട്ട് കാശായാലും എന്തുമായാലും എല്ലാം സന്തോഷമായി തന്ന് എന്നെ സന്തോഷമായിട്ട് ഇന്ന് പിരിച്ചു വിടുക. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് എല്ലാവരും നിന്നും എന്നെ കൊണ്ടാക്കും, മോൻ കൊണ്ടാക്കും, മരുമോൻ കൊണ്ടാക്കും. എനിക്ക് താമസിച്ചാൽ എനിക്കൊരു കൊച്ചൊരു ജോലി ഉണ്ടായിരുന്നു. അതിനിടയ്ക്കൂടെ അതിനും പോയി സഹായിക്കാൻ വിടും. എല്ലാ കാര്യവും ഒരു മാസം കൊണ്ട് എല്ലാം സന്തോഷമായിട്ട് വിട്ടതാണ്. ഇനി ദൈവം അനുഗ്രഹിക്കെങ്കിൽ ഞാൻ ഒന്നും കൂടെ വരും. ഒന്നും കൂടെ അല്ല, ഇനിയും വരണം. ഒന്നുകൂടെ അല്ല, എപ്പോഴും വരണം. എൻ്റെ സഹോദരങ്ങളെക്കായും ബന്ധുക്കാരെക്കായും നല്ല സ്നേഹമായിട്ടാണ് ഇവരെല്ലാവരും പെരുമാറിയത്. എൻ്റെ രണ്ടാമക്കളെ പോലെ ഇവിടുത്തെ രണ്ടാമക്കളും മോളും അതുപോലെ ഒരു കുറ്റവും ഒരു കുറവും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരാഹാരം കൊടുത്താലോ കുളിപ്പിച്ചാലോ കുഞ്ഞിനെ കുളിപ്പിച്ചാലും ഒന്നും കുഞ്ഞ് കരഞ്ഞാൽ പോലും എത്തിപ്പോലും നോക്കത്തില്ല. ആ നല്ല രീതിയിൽ ഞാൻ ഇവിടെ സഹകരിച്ചു പോയി. അവരും എന്നോട് സഹകരിച്ച് നിന്ന് ദൈവകൃപയിലെ നടന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയായിരുന്നു എല്ലാം. എനിക്ക് സുഖമില്ലാത്തതാ എന്നെയും നടത്തിക്കൊണ്ട് പോയി. ചേച്ചിക്കും കൈ ഒടിഞ്ഞതാ, കാല് രണ്ടും വയ്യാത്ത. എന്നാലും എനിക്ക് കണ്ടപ്പം പ്രയാസം വന്ന് ഞാൻ ജോയിച്ചു പോയി. ഇതുവരെയും പോയി. ഇനിയും ദൈവം അനുഗ്രഹിക്കുക. എനിക്ക് സഹായിക്കാനോ എന്തോത്തിന് വിളിച്ചാലും വരും. മരുന്നുകളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇനി കുഞ്ഞിന് ഇനിയും മരുന്ന് കൊടുക്കാനുണ്ട്. അതൊക്കെ മഴ തോരുമ്പം എടുക്കും, കൊടുക്കും. ആരോഗ്യത്തോടെ ഇരിക്കണം. പ്രസവമൊക്കെ വരും ഇവിടെ. കുഞ്ഞിനും ഒരാപത്തും വരാതെ ഇനി ദൂരോട്ടൊന്നും പോകത്തില്ല. അടുത്തടുത്തൊക്കെ ഈ വീട്ടിൽ തന്നെ ഇനിയും പ്രസവം വരാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ല. ഒരുപാട് സന്തോഷം ചേച്ചി. സന്തോഷം. ഇവിടുത്തെ എല്ലാവരെയും ഓരോ മനുഷ്യരും നമ്മളങ്ങോട്ട് കൊണ്ടുപോകും, ഒന്ന് കൊണ്ടാക്കുക, ഒരു വിട്ടുവീഴ്ചയും പറയാതെ ആ സമയത്ത് എന്നെ കൊണ്ടെത്തിക്കും, എൻ്റെ വീട്ടിൽ കൊണ്ടാക്കും, എല്ലാം ചെയ്യും. ഈ ദിവസം കൊണ്ട്, ഈ 30 ദിവസം കൊണ്ട്, 31 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി തന്നെ എല്ലാവരെയും ദൈവത്തിനോട് കൃപയെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ അരിഞ്ഞാണം കെട്ടിൻ്റെ അന്ന് ചേച്ചിക്ക് രാവിലെ വന്ന് കൊച്ചിനെയും അമ്മയൊക്കെ കുളിപ്പിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ. ഉച്ചക്കാലത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ചേച്ചിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ വെക്കേഷന് ഗുജറാത്തിൽ നിന്നൊക്കെ വന്നതുകൊണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ചേച്ചിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചി പിന്നെ വന്നു, എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇങ്ങനെ സഹകരിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇനിയും ചേച്ചി ഇങ്ങോട്ടൊക്കെ വരണം. ഇനിയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരിടത്തും പോയി ഇങ്ങനെ മോളെ സ്ഥിതി ഓർത്തും ആ മണ്ണിയുടെ പറച്ചിൽ ഓർത്തും ഉണ്ടായത്. ഞാൻ കുഞ്ഞിനെ ഇപ്പോഴത്തെ ഉള്ള സംഭവമാണ്. കുഞ്ഞിനെ കുളിപ്പിക്കും, കുഞ്ഞിനെ തള്ളയും കുളിപ്പിക്കും. അപ്പോഴേ ഒരു 9 മണി 10 മണിയാകുമ്പോൾ കാപ്പിയും കുടിക്കും പോകും. എന്നാ കൊച്ചു പറഞ്ഞ് ചേച്ചി തുണിയൊന്നും കഴുകണ്ട, ഇങ്ങനെ കുഞ്ഞിനെയും തള്ളയും നോക്കിയാൽ മതി എന്ന് മെനിയാന്നും പറഞ്ഞു. ഇനി 30-ാം തീയതി ഇന്നലെ കൊണ്ടുപോയി കാണും. ഇവിടെ വന്നപ്പോഴും ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത്. അമ്മയും കുഞ്ഞിനെയും കുളിപ്പിക്കും, തുണി കഴുകും, ഞാൻ വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് എൻ്റെ സ്ഥിതിയും കൂടെ കണ്ടപ്പം ചേച്ചി പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അങ്ങ് സമ്മതിച്ചു. ഞാനും ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പം ചേച്ചിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എല്ലാ കാര്യങ്ങളും ചേച്ചി ഭംഗിയായിട്ട് നടത്തി തന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഒരു വർഷത്തേക്കായി ഒരു കലങ്ങാളി കാണുന്ന പോലല്ലയോ എൻ്റെ സന്തോഷം. സുഖാവട്ടെ, എല്ലാവർക്കും ഒരാപത്തില്ലാതെ ദൈവം നടത്തിക്കൊണ്ട് പോട്ടെ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും
ചേച്ചിയെ കൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. നമ്പർ താഴെ കൊടുത്തേക്കാം. ദൂരെ പോത്തില്ല, ദൂരെ പോകില്ല. വീട്ടിൽ ഇപ്പൊ ഈ കുണ്ട്രദേശത്ത് പിന്നെ കൊല്ലം പിന്നെ എവിടം വരെ പോകും ചേച്ചി? 8 മണി വരെ നിൽക്കുന്ന ജോലിക്ക് എവിടെ ആയാലും 8 മണി തൊട്ട് 4 മണി വരെ ജോലി ചെയ്യുന്ന ഏത് വീട്ടിലായാലും. പിന്നെ ചേച്ചിയുടെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അച്ചാറിടാനോ ചമ്മന്തി പൊടിക്കാനോ മീനച്ചാറോ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തു തരും. ആർക്ക് കൊടുക്കണം, കൊടുത്തയക്കണമെങ്കിലും കൊടുത്തയക്കാം, എന്തോ വേണമെങ്കിലും ചെയ്തു തരും. പിന്നെ ഇടയ്ക്കൂടെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നു, പിന്നെ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി. ഇതുപോലെ ഞാൻ പറയാം, ഇതുപോലെ മനസ്സ് ഒരു തൃപ്തി വരണം, എല്ലാവർക്കും ഒരു തൃപ്തി വരണം. നമ്മൾ ജോലി ചെയ്താലേ ഒരു തൃപ്തി വരണം. അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഉള്ളു നമുക്ക്. എല്ലാം ഏതൊരു സാധനത്തിനും കുറവില്ല, ഒന്നിനും ഉണ്ടാക്കി കൊടുത്താലും ഇല്ല ഉപ്പ് കൂടി പോയി, മുളക് കൂടി. പിന്നെ ഒരു ദിവസം ബിരിയാണി ഉപ്പ് വാവായി പോയി, അതേ ഉള്ളൂ. ഒരു ദിവസം മീനും 350 രൂപയുടെ മീന് പട്ടിക്ക് കൊടുത്ത്, അത് രണ്ട് തെറ്റെൻ്റെ ഉണ്ട്. അതൊന്നും സാരമില്ല, അതേ രണ്ടേ ഉള്ളു. അല്ലാതെ എന്നെ ഒരു കുറ്റവും പറയാം, എന്നിട്ടും പറഞ്ഞ് കുഴപ്പമില്ല. ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാം മിതമായിട്ടേ ഉപയോഗിക്കത്തുള്ളൂ, അനാവശ്യമായിട്ട് ഒന്നും. എനിക്ക് കൂടുതൽ വെളിച്ചെണ്ണ കൂടുതൽ ചിലവ്. അല്ലാതെ എവിടെ ചെന്നാലും വെളിച്ചെണ്ണ കൂടുതൽ ചിലവാക്കും. എന്താന്ന് കുഞ്ഞിനും കുളിപ്പിക്കണം, കുഞ്ഞിന് കരി ഉണ്ടാക്കി, പിന്നെ നമ്മൾ ഒന്നൊത്തിനും എടുത്തിട്ട് അല്ല ഒന്നും അനാവശ്യം കളയത്തില്ല. എന്തെങ്കിലും ചോറോ കറിയോ എടുത്ത് നമ്മൾ കളഞ്ഞോ? ഇല്ല, കളയത്തില്ല. അതിന്റെ ആവശ്യമില്ല. അനാവശ്യമായിട്ട് ഒന്നും ചേച്ചി ചിലവാക്കുന്ന അതിന്റെ ആവശ്യമില്ല. അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൂത്തുവാരി കളയേണ്ട കാര്യമില്ല. ഒരുപാട് സന്തോഷം ചേച്ചി. ശരി. കുഞ്ഞിനെ രാവിലെ കുളിപ്പിച്ച് സന്തോഷമായിട്ട് ഇരിക്കുവാ. ഇപ്പോൾ കണ്ണുടച്ചോണ്ട് ഇരിക്കുവോ? 28-ന് ഇല്ലായിരുന്നു. അത്യാവശ്യമായിട്ട് പോയത് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനോ കാണാനോ പറ്റിയില്ല. അതിന് ഇന്ന് അമ്മയും മോളും കൂടെ ഇതെല്ലാം ചെയ്യുക. പിന്നെ സന്തോഷമായി. വരും. ഊരിപ്പോയി ആന്ന്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി ചേട്ടനുമായിട്ടൊക്കെ വരണം, അച്ഛനെയും കൊണ്ട് ഞങ്ങൾക്കൊന്ന് കാണാം. കല്ലെന്ത് കട്ടണം പറഞ്ഞിരിക്കും. നമുക്കൊരു ചേട്ടനെയും കൊണ്ട് ഒരു ഏറ്റുകല്ലൊക്കെ കെട്ടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മഴയൊക്കെ തോരട്ടെ. പഴയതൊക്കെ നമ്മുടെ അങ്ങ് പൊടിഞ്ഞു പോയി, അപ്പുറത്ത് പോയി. ഇവിടെ വെള്ളം വരുന്നിടത്താ നല്ലതാ. അവിടെ ഞങ്ങൾ സ്ഥലം കണ്ടു വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലായിരുന്നു. പോകുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ട് കേട്ടോ. നമ്മള് ദൂരം ചിരിച്ചോണ്ടേ വർത്താനം പറയത്തുള്ളൂ. ഇവിടെ എന്തോ ഇതിനെ കുഴപ്പമുണ്ട്, നമ്മള് വിശന്നിരിക്കുന്നു, ഒന്നുമില്ല. നമ്മള് കറക്റ്റ് സമയത്ത് ഇച്ചിരി കൂടി താമസിക്കുമെന്നല്ല ഉള്ളു. 1:30 കഴിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ 2 മണിയാവും. ഇച്ചിരി ജോലി ഉണ്ടോ എന്നിട്ടില്ല, പ്രശ്നങ്ങളല്ല ഉള്ളു. ഒരിടത്ത് 2 പേര് ജോലിക്കാർ കാണും. കുഞ്ഞിനെ പുറത്തുള്ള പണിക്കെല്ലാം ആളുകൾ. നിർത്തട്ടെ എന്നാ ശരി. അപ്പം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ലീല ചേച്ചിയൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീട്ടുകാരെ ഒന്നും കാണാൻ പറ്റിയില്ല. വീട്ടുകാരെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടൊന്ന് വരണം കേട്ടോ. ശരി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാനും ലീല ചേച്ചിയും എപ്പോഴും